നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് സൂപ്പർ കപ്പിൽ ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ ഒരു നാണം കെട്ട തോൽവിയാണ് FC ബാഴ്സലോണയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ചിരവേരികളായ റയൽ മാഡ്രിഡ് 1-4 ഗോളുകൾക്ക് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കുകയായിരുന്നു. ബ്രസീലിയൻ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ നേടിയ ഹാട്രിക്കാണ് ഇത്തരത്തിലുള്ള ഒരു അവിസ്മരണീയ വിജയം റയൽ മാഡ്രിഡിന് സമ്മാനിച്ചിട്ടുള്ളത്. ശേഷിച്ച ഗോൾ മറ്റൊരു ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോയായിരുന്നു റയലിന് വേണ്ടി നേടിയിരുന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകൾ വഴങ്ങിക്കൊണ്ട് FC ബാഴ്സലോണ പരാജയം രുചിച്ചിരുന്നു, അല്ലെങ്കിൽ സമ്മതിച്ചിരുന്നു. ഇക്കാര്യം ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. മത്സരത്തിൽ തങ്ങളുടെ ഡിഫൻസ് വളരെയധികം ദുരന്തമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എല്ലാ ബാഴ്സ ആരാധകരോടും അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. മത്സരശേഷം ചാവി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരിക്കലും ഇതുപോലെ ഒരു ഫൈനലിന് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. ഞങ്ങളുടെ പ്രതിരോധം ദുരന്തമായിരുന്നു, ഞങ്ങളുടെ ഹൈ പ്രസ്സിങ്ങും ദുരന്തമായിരുന്നു. 2 ഗോളുകൾ വഴങ്ങിക്കൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു ഫൈനൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. ലെവൻഡോസ്കിയിലൂടെ ഞങ്ങൾ തിരിച്ചടിച്ചുവെങ്കിലും പിന്നീട് പെനാൽറ്റി വഴങ്ങി. യഥാർത്ഥത്തിൽ അത് പെനാൽറ്റി ഒന്നുമായിരുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ. അത് വീണ്ടും ഞങ്ങളെ പിറകോട്ട് കൊണ്ടുപോയി. മത്സരത്തിൻ്റെ 2ാം പകുതിയും വളരെ മോശമായിരുന്നു. അവരുടെ മുന്നേറ്റങ്ങളെ തടയാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഫൗളുകൾ നടത്തിയില്ല. അതുകൊണ്ടാണ് 2 ഗോളുകൾ തുടക്കത്തിൽ തന്നെ വഴങ്ങേണ്ടി വന്നത്. ഞങ്ങൾ ട്രെയിനിങ്ങിൽ ഇത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും കളിക്കളത്തിൽ അതൊന്നും വർക്കൗട്ടാക്കാൻ കഴിഞ്ഞില്ല. ബാഴ്സ പരിശീലകൻ എന്ന നിലയിൽ മാത്രമല്ല, ബാഴ്സ ആരാധകൻ എന്ന നിലയിലും ഞാൻ വളരെയധികം ദുഃഖത്തിലാണ്. ഞങ്ങളുടെ എല്ലാ ആരാധകരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇതാണ് FC ബാഴ്സലോണയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തങ്ങളുടെ കരിയറിലെ 13ാമത്തെ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടമാണ് ഇന്നലെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ ഇതുവരെ റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും ആകെ ഏറ്റുമുട്ടിയിട്ടുള്ളത് 9 തവണയാണ്. അതിൽ 7 തവണയും റയൽ മാഡ്രിഡ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് പ്രതികാരം തീർക്കാനും ഇപ്പോൾ റയലിന് സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.